കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായാൽ അത് കെ ശൈലജയാകുമെന്ന് മുൻപ് സംസ്ഥാനമൊട്ടാകെ ഒന്ന് പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് വെച്ച വെള്ളമൊക്കെ വാങ്ങിവെച്ചോ എന്ന തരത്തിലാണ് CPM നേതാവ് ജി സുധാകരന്റെ വാക്കുകൾ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി എന്ന് മലയാളികൾ സ്വപ്നം കണ്ട ആ ഒരു പേര് അല്ലെങ്കിൽ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒന്നും തന്നെ പാർട്ടിക്കകത്ത് കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്നാണ് CPM നേതാവ് ജി സുധാകരൻ പറയുന്നത്. അന്ന് കെ ശൈലജയുടെ പേര് പത്രത്തിൽ മാത്രം വന്നതാണെന്നും പിണറായി വിജയൻ ഉള്ളപ്പോൾ വേറെ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കേണ്ട എന്നുമാണ് സുധാകരൻ ജി പറയുന്നത്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് ഉടനെ ഒന്നും CPMൽ ചിന്തിക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് കെ ശൈലജയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. കെ ശൈലജയുടെ പേര് പത്രത്തിൽ വന്നതാണ്, പാർട്ടിയിൽ വന്നിട്ടില്ല. ഞാൻ ഉള്ളപ്പോഴൊന്നും പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ പോലെ ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ പിന്നെ ആ ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? പാർട്ടിയിലൊരു രണ്ടാം നില വേണം. അതുകൊണ്ട് ഉചിതമായ ഒരു സമയത്ത് അത് വരും. പാർട്ടിയെ പറ്റിയുള്ള അടിസ്ഥാനപരമായ അറിവ് വളരെ പ്രധാനമാണ്. അനുഭവങ്ങളും ഒരു പ്രധാന ഘടകമാണ്. അത് പിണറായി വിജയനുണ്ട്. പ്രത്യയശാസ്ത്രപരമായ അറിവ് പാർട്ടിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത് തിരുത്തണം. നേതാക്കളെ പഠിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചാൽ ഒരു നേതാവ് വരില്ല. എല്ലാം പഠിച്ച് സമർത്ഥന്മാർ പുതുതലമുറയിൽ വരണം. അങ്ങനെയുള്ളവർ CPMൽ കുറവാണ്. അത് പരിഹരിക്കാനാണല്ലോ പ്രസ്ഥാനം. അത് പരിഹരിക്കും. പുതുതലമുറയിലെ ആൾക്കാർക്ക് പ്രത്യയശാസ്ത്രപരമായ അറിവ് കുറവുണ്ടെന്നാണ് സുധാകരൻ പറയുന്നത്. അതേസമയം അന്ന് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായാൽ അത് കെ ശൈലജയാകുമെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചില കമൻറ്റുകളും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. അതായത് 2026 സഖാവ് കെ ശൈലജ കേരളത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ്. അതേസമയം മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്: വനിതാ മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ, ആര്യ സച്ചിൻ തിരുവനന്തപുരം മേയർ ആയിരിക്കുമെന്നും കമൻറ്റുകൾ വരുന്നു. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി എന്നെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അതൊരിക്കലും ഇടതു ഭരണത്തിലായിരിക്കില്ല എന്നും ചിലർ പറയുകയാണ്. മാത്രമല്ല മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്: ആ പാവത്തിന് കോവിഡ് സമയത്ത് കുറേ പുകഴ്ത്തി, അവസാനം ഇപ്പോൾ എല്ലാം കൂടി പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. ഇനി പാവത്തിന് MLA ആവാൻ കൂടി അനുവദിക്കില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയന് സഹിക്കില്ല. കമ്മ്യൂണിസ്റ്റുകളുടെ തുടർഭരണം കണ്ടിട്ടും ജനങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ കേരളത്തിൽ എന്തോ കുഴപ്പമുണ്ട്. കഴിഞ്ഞ 6 വർഷം ഭരണതലത്തിൽ നിന്നും പുറത്തു വന്നത് ശരാശരി മലയാളിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും സർവേയിൽ പങ്കെടുത്തവർ ഞെട്ടുന്നില്ല എന്നുള്ളത് ആശ്ചര്യകരം തന്നെയാണ്. PR വർക്കിൽ പടച്ചുണ്ടാക്കിയ സർവേ ആകാനാണ് സാധ്യതയെന്നും പറയുന്നു. കേരളത്തിലൊരു CPM വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും. ഒന്നുകിൽ വീണ വിജയൻ അല്ലെങ്കിൽ വീണ ജോർജ്. പിണറായി വിജയൻ നേതൃത്വത്തിലായിരിക്കുമ്പോൾ വേറെ ആരും വരത്തില്ല, വരാൻ അനുവദിക്കത്തില്ലെന്നും കമൻറ്റുകൾ വരികയാണ്. ഇതൊക്കെ സദുദ്ദേശത്തോടെ അല്ല, പാർട്ടിയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള വഴിമരുന്നുകളാണ്. ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ടാക്കി കാലമേറെ കഴിഞ്ഞാൽ നിങ്ങളല്ലേ ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് വരുത്തി തീർക്കുക. മുൻപ് ഗൗരിയമ്മയുടെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു. നിങ്ങളെടുത്ത നിലപാടുകൾ പാർട്ടിക്കൊരു ഭരണഘടനയും ചട്ടക്കൂടുമൊക്കെ ഉണ്ട്. ആരോഗ്യമന്ത്രി സ്ഥാനം 2ാം പിണറായി സർക്കാർ കൊടുത്തില്ല, പിന്നെയാണ് മുഖ്യമന്ത്രി. പിന്നെ റിയാസ് അത് വളരെ സത്യസന്ധമായ ഒന്നാണ്. അടുത്ത മുഖ്യമന്ത്രി റിയാസ് തന്നെ. അതോടെ CPM പെട്ടിയിൽ കയറും. ഗൗരവമായൊക്കെ ചിന്തിച്ചാൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ കാലത്ത് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ട്. കഴിവും പക്വതയും ഭരണപാഠവും തെളിയിച്ച ജനകീയയായ ശൈലജ ടീച്ചർക്ക് എല്ലാ യോഗ്യതയുമുണ്ടെന്നും കമൻറ്റുകൾ വരികയാണ്. CPMൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി നടന്നത് തന്നെ അത് കോൺഗ്രസും ചെയ്യില്ല. ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരാണെങ്കിൽ അവർ സമ്മതിക്കും. മുഖ്യമന്ത്രിയാകാൻ അല്ലാതെ ഒരു വനിതാ നേതാവിനെയും അവർ മുഖ്യമന്ത്രിയാക്കില്ല എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.